ഏതൊരു ഭാഷയും പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ആ ഭാഷയുടെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വേർബ് ഒന്നുമല്ല പഠിക്കുന്നത്. മലയാളം പഠിച്ചത് ഓർമ്മയുണ്ടോ? അച്ഛ, അമ്മ, പാപ്പം ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു വാക്കുകളാണ് ആദ്യം നമ്മൾ പഠിച്ചത്. ഈ വാക്കുകൾ പഠിച്ച ശേഷം പിന്നെ നമ്മൾ പഠിച്ചത് ഈ വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഫ്രേസസ് ആക്കി പറയാനാണ് അല്ലേ? ആദ്യം നമ്മൾ ഇംഗ്ലീഷിലും പഠിക്കേണ്ടത് ഇതുപോലെയുള്ള ഫ്രേസസ് ആണ്. മീനിങ് ഫുൾ ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്രേസസ് ആദ്യം പഠിക്കുക. പിന്നെ പതുക്കെ പതുക്കെ ഈ ലാംഗ്വേജ് കേൾക്കുന്നതിനനുസരിച്ച് എത്രമാത്രം നമ്മൾ കേൾക്കുന്നോ അത്രമാത്രം നമ്മളത് സംസാരിക്കാനും തുടങ്ങും. നമ്മൾ പുറത്തു പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പരിചയമുള്ള ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ എന്താ അവരോട് ചോദിക്കുക? ഹായ്, ഹൗ ആർ യു ഡൂയിങ്? അല്ലെങ്കിൽ നമ്മൾ ചോദിക്കും, ഹേ, ഹൗ ആർ യു? ഹേ, വാട്സ്ആപ്പ്, ലോങ് ടൈം നോ സീ. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരാളെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഫ്രേസസ് ആണ്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓരോ ഫ്രേസസ് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പ്രാക്ടീസ് ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഏതൊരു ലാംഗ്വേജും നമുക്ക് പഠിക്കാൻ പറ്റും, ഇംഗ്ലീഷ് മാത്രമല്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.